ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഒരു സൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ജഡ്ജസിനെ വിളിച്ച് നമുക്ക് കുട്ടികളെ വിളിച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ വഴിയെ അറിയാനുണ്ട്. നല്ല നല്ല പാട്ടുകൾ കേൾക്കാനുണ്ട്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. എന്തോ ഒരു കാര്യമുണ്ട്, ഉണ്ണിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഉണ്ണിച്ചേട്ടന്റെ പാട്ടുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. എത്ര പാട്ട് പാടി? ഒരുപാട് കൊതിയുണ്ട്. ഉണ്ണിച്ചേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്ന് ചേട്ടന്റെ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ. അതൊന്ന് പാടിത്തരാമോ? ശ്രീ മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയ പടം. ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ, ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. അതൊക്കെ നമ്മള് അന്ന് ലൈവായിട്ട് പാടിയ പാട്ടുകളാണ്. അതെ, വോയിസ് മിക്സിംഗ് ഒന്നുമില്ല, അതൊക്കെ ഒറ്റ അടിക്ക് പാടുന്നതാണ്. അതൊക്കെ ഒരു ദിവസം 3 പാട്ട് പാടിയതാണ്. ഇന്ന് പോയേക്കഴിഞ്ഞാൽ പഞ്ച് ചെയ്ത് എടുക്കാന്ന് പറയാം. ഉണ്ണി സാറിന്റെ സൂപ്പർ പവർ എന്താണെന്നറിയോ? എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ലിറിക്സ് മറക്കില്ല. അത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയങ്ങളൊന്നും വരി നോക്കാണ്ടാ പാടുന്നത്. ഏകദേശം 4000 പാട്ടുകൾ ബൈ ഹാർട്ടാണ്. പല ഭാഷകള്. എനിക്ക് ഞാൻ ചെയ്ത ഒരൊറ്റ പാട്ടിന്റെ ലിറിക്സ് പോലും ഓർമ്മയില്ല. അത് വലിയൊരു സ്കില്ലാണ്, എല്ലാം മറക്കുക എന്നുള്ളത്. മോളാണെന്ന് നോക്കൂലേ. ഉണ്ണിച്ചേട്ടാ പണ്ട് AAR പാടാൻ പോകും, കച്ചേരി. അപ്പോ നേരങ്കര വാസുകൻ സാറാണ് അന്ന് തിരുവനന്തപുരത്ത്. അദ്ദേഹം തമ്പുരുടും. അപ്പോൾ എന്നെ പോലുള്ള ഒരു ചെറിയൊരാൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തമ്പുരുടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വലിയ ഭാഗ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം തമ്പുരു ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കൃതിയൊക്കെ മുമ്പേ എഴുതി വെച്ചിട്ടാണ് പാടുന്നത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും വാസുദേവ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും വർഷമായി പാടുന്നത്, ഞാൻ ഒരു ലിറിക്ക് പോലും ഞാൻ നോക്കിയല്ല പാടുന്നത്. അപ്പൊ മോനൊരിക്കലും അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും. പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഇത് മുന്നേ ഇല്ലെങ്കിൽ ചിലപ്പോൾ നോക്കാതായിരിക്കും പാടുന്നത്, പക്ഷെ ഇത് മുന്നേ ഇല്ലെങ്കിൽ ഒരു ധൈര്യമില്ല. പക്ഷെ കർണാടിക് മ്യൂസിക്കിൽ അത് മസ്റ്റ് അല്ലേ ശരിക്കും? അത് മസ്റ്റാണ്. അപ്പോഴേ ശരിക്കുള്ള എല്ലാ ഡീറ്റെയിൽസും പാടാൻ. അപ്പൊ ശരിയായ മാർഗത്തിലല്ല ഞാൻ വളർന്നു വന്നതെന്ന് ചേട്ടൻ മനസ്സിലായി. അപ്പൊ ഉണ്ണിയങ്ങളുടെ പോലെ സൂപ്പർ പവർ ഉള്ള ഒരു ആളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് വിളിക്കാം നല്ലൊരു പാട്ട് പാടാനായിട്ട്. തൃശൂർ കൊരട്ടിയിൽ നിന്നും എസ്തർ കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. ഹലോ, എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടോ? ചെറിയ ഇല്ല, എന്തെങ്കിലും കഴിവുണ്ടാവും. ഉണ്ട് പണ്ടൊക്കെ. ഞാൻ ചുമ്മാ ചോദിച്ചത്. ശരിക്കും കയറി തൂങ്ങി താഴെ ഇറങ്ങും? കയറി തൂങ്ങാറുണ്ട് പണ്ടൊക്കെ, കുഞ്ഞായിരുന്നു. കുറച്ചുകൂടി കുഞ്ഞായിരുന്നപ്പോ കയറി തൂങ്ങി താഴെ ഇറങ്ങിയത്, അതായിരുന്നു സൂപ്പർ പവർ. അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. മീനുട്ടിക്ക് ഓർമ്മയില്ലേ, ഞാൻ ഒരിക്കൽ കയറി തൂങ്ങി ഒരു ചന്ദ്രന്റെ ഇതൊക്കെ എന്നതിന്റെ മൊയ്തീനിലെ പാട്ടല്ലേ പാടിയത്? ഞാൻ നല്ല ഓർക്കേണ്ടത്. ഞാൻ താഴെ ഇരുന്നിങ്ങനെ ഇങ്ങനെ വരുന്നത്. ഇരുവഞ്ഞിപ്പുഴപ്പെണ്ണേ, കിളിപ്പെണ്ണേ, മൊഞ്ചത്തിപ്പെണ്ണേ, ഇന്നോളം കണ്ടതെന്തേ, കേട്ടതെന്തേ. അല്ല, റിച്ചൂട്ടന്റെ അച്ഛൻ ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞു പോയി, എനിക്ക് നല്ല വല്ലാത്തൊരു ഇറക്കമായിരുന്നു. അന്ന പിടിച്ചാണ്. ഏതാണ് പാട്ട്? ഞാൻ പാടാൻ പോണ പാട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിലെ മ്യൂസിക് 2 ക്ലൂ ഞാൻ തരും, അതിന്ന് ഗസ് ചെയ്യണം. ഫസ്റ്റത്തെ ക്ലൂ, ഈ സിനിമ ഗോൾഡുമായിട്ട് ബന്ധമുണ്ട്. രണ്ടാമത്തെ ക്ലൂ, തോൽവിയിലില്ല, ജയത്തിലുണ്ട്. സൂര്യനിലില്ല, ചന്ദ്രനിലുണ്ട്. കിട്ടി.
രണ്ടാമത്തെ ക്ലൂ കൊണ്ട് എനിക്ക് കാര്യം കിട്ടി. ഇത് ഇവിടെ ഇരിക്കുന്ന ഒരാളാണോ മ്യൂസിക് ചെയ്ത്? അത് ഞാൻ പറയില്ല. അത് എനിക്ക് പറയ്. ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലേ ഇപ്പം? എനിക്കിപ്പൊ തൊടാൻ പറ്റില്ലേ? ആ ഞങ്ങള് സുല്ലിടണോ? അല്ല, എനിക്കിപ്പൊ നമുക്ക് തൊടാൻ സുല്ലിടാം. പറ്റുന്ന രണ്ട് ആൾക്കാരെ ഉള്ളൂ. അതെ. എനിക്ക് കിട്ടി, എനിക്ക് കിട്ടി, ആ, എനിക്ക് പറ. കിട്ടി. അല്ല, മ്യൂസിക് മ്യൂസിക് ഡയറക്ടറുടെ പേര് മ്യൂസിക് ടഫാ. ചെയ്ത ആളുടെ പേര് എന്താ പറഞ്ഞേ? ജയത്തിലുണ്ട്, തോൽവിയിലില്ല. തോൽവിയിലില്ല. അത് ശരി. ജയ. ആ. അടുത്തത് അപ്പൊ ഞാൻ ചെയ്ത പാട്ടെന്നാണ്. സൂര്യനിലില്ല, ചന്ദ്രനിലുണ്ട്. ഉണ്ട്. ജയ പ്ലസ് ചന്ദ്രൻ, ജയചന്ദ്രൻ. അതാണോ? എനിക്കത് പിടികിട്ടില്ല കേട്ടോ. ഞാൻ ഇത് സിനിമ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. MJ അതല്ല, അത് ഇപ്പോഴും സിനിമയാണെന്ന് മ്യൂസിക് പറഞ്ഞ് ഡയറക്ടറുടെ ആലോചിക്കുക. ഒന്നാലും ഇത് ആരായിരിക്കും? അപ്പൊ നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത് MJ മ്യൂസിക് ചെയ്ത് 916 എന്ന് പറയുന്ന മൂവിയിലെ 916-ലാണോ? അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ, ആ, ആ. എന്തൊക്കെ പ്രത്യേകത. ചെറിയൊരു റോള്. 916 ആണോ? ആ. ഞാനും അഭിനയിച്ചു. ഒരു ചെറിയ റോളാ. ആണോ? ആ പടം ഒന്നുകൂടെ കാണണല്ലോ. കാണണം. അപ്പൊ പാട്ട് പാടാം. കേൾക്കാം. യെസ്. ഓൾ ദി ബെസ്റ്റ്. All the Thank you. best.
മിസ്റ്റർ റോസ് പ്രവീൺ, യെസ്, എന്താ പെർഫോമൻസ്, താങ്ക് സോ യു, ഗ്രേസ്ഫുൾ, താങ്ക് യു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. അതായത് പാട്ടിനെ ഒരു വിധത്തിലും ബാധിക്കാത്ത വിധത്തിൽ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു. താങ്ക് യു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. പിന്നെ അതിന്റെ കമ്പോസർ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ. ഞങ്ങള് പറയുന്നതാണ് നമുക്ക് കേൾക്കേണ്ടത്. എനിക്ക് ബേസിക്കലി ഞാൻ എപ്പോഴും എന്റെ കോമ്പോസിഷൻസിനെ പറ്റി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണിച്ചേട്ടൻ പറയട്ടെ. അല്ല, നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു കമ്പോസിഷൻ അത് ശരിക്കും പറഞ്ഞാൽ. മിനുടെ എന്തോ ശ്രേയുടെ ആരെങ്കിലും ചോദിക്കാണ് നിങ്ങളുടെ മലയാളം സാർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുടച്ചോണ്ട് പറയും MJ. MJ. അങ്ങനെ ഓരോ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് ഇങ്ങനെ പഠിപ്പിച്ച് അതുപോലെയാണ് മണിക്കൂറുകൾ എടുത്തിട്ടുണ്ട് ചില. പക്ഷെ അതിന് വാക്കുകളൊക്കെ. സ്പെഷ്യൽ എഫേർട്സ് എടുക്കും അവര്, അല്ലേ? Yeah, അത് ശരിയാവുന്നവരെ വളരെ സിൻസിയറായി ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യുന്നുള്ളതാണ്. എത്ര മണിക്കൂറാണെന്നുള്ള പ്രശ്നമല്ല. യെസ്, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ശ്രേയ പറയും അങ്ങനെയല്ല സർ, ഐ ജസ്റ്റ് വാണ്ട് ടു ഡു വൺസ് അഗൈൻ എന്ന് പറയും. അപ്പൊ അതാണ് പെർഫെക്ഷനിലോട്ടുള്ള അവരുടെ ഒരു കാഴ്ച. അതുകൊണ്ടാണ് അവർ ഒരു വലിയ ആർട്ടിസ്റ്റ് ആവുന്നത്. അത് മലയാളത്തിൽ മാത്രമല്ല കുട്ടൻ, തമിഴിലെ മ്യൂസിക് ഡയറക്ടേഴ്സും അതാണ് പറയുന്നത്. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദി ആർട്ട്. അതുകൊണ്ടാണ് ശ്രേയ ആവുന്നത്. ഹൈലി പ്രൊഫഷണൽ. അതാണ്. യെസ്, വളരെ കൂളായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഈ പാട്ട് അങ്ങനെയാണ് പാടേണ്ടത്. ഇങ്ങനെ ബലം പിടിച്ച് പാടി കഴിഞ്ഞാൽ ഈ പാട്ട് വല്ലാണ്ടായി പോകും. ഇത് ട്യൂണിനനുസരിച്ച് എഴുതിയതാണോ? അതെ, ട്യൂൺ എഴുതിയാണ്. യെസ്. ഈ പാട്ടിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടർ മോഹൻജിയാണ്. മോഹൻജിക്ക് നേരത്തെ ഞാൻ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ Yes. ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാണിക്കക്കല്ല് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിനുശേഷമാണ് ഈ 916. മാണിക്കക്കല്ലിലും ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓഹോ അങ്ങനെ ഭയങ്കര ഒരു ആക്ടറാണ്. അപ്പൊ ഇതൊരു ശീലമാക്കിയിരിക്കുകയാണ്. ശീലം. അതൊന്നും ആരും കാണരുത്. എന്റെ മക്കളൊക്കെ പറയുന്നുണ്ട് അച്ഛാ അന്ന് ചെയ്തിരിക്കട്ടെ ഇനി മേലാൽ. പക്ഷെ MJ സാറിന്റെ എന്റെ ഫേവറേറ്റ് സോങ് ഞാൻ പറയട്ടെ. പെരുമഴക്കാലം. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ That's a beautiful song. അരികിൽ നിൽക്കേ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനിയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ. നീ എന്നരികിൽ നിൽക്കേ. മിടുക്കി. വാ, വാ. ഇതുകൊണ്ടാണ് ക്യാപ്റ്റനാണ്. അത് എത്ര സിൻസിയർ ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, പാടുന്നത്. കണ്ടോ, ഇതൊക്കെ കണ്ടുപഠിക്കാം കേട്ടോ. എന്റെ പാട്ട് പാടിയതുകൊണ്ടല്ല കേട്ടോ. അല്ല, ഇത് എന്റെ അച്ഛന്റെയും കൂടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. ഞാൻ എപ്പോ വീട്ടിൽ പോയാലും അച്ഛൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഇതാണിത്. ഇതിന്റെ അനുപല്ലവി വരികളും ഭയങ്കര ഇഷ്ടാ. പറയൂ നിൻ കൈകളിൽ കുപ്പി വളകളോ മഴവില്ലിൻ മണിവർണ്ണ പൊട്ടുകളോ അരുമയാം നെറ്റിയിൽ കാർത്തിക രാവിന്റെ അണിവിരൽ ചാർത്തിയ ചന്ദനമോ ഒരു കൃഷ്ണ തുളസിതൻ നൈർമല്യമോ നീ ഒരു മയിൽ പീലിതൻ സൗന്ദര്യമോ. നീ ഒരു മയിൽ പീലിതൻ സൗന്ദര്യമോ. ആഹാ, ഇത് ട്യൂണാണോ ആദ്യം? അല്ലല്ല, ഇത് എഴുതിയിട്ട് ഈണം ചെയ്ത ഈ പാട്ട്. അങ്ങനെ beautiful song. സാറല്ലേ. അങ്ങനെ മോഹൻജി ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു. ഞാൻ ഇത് കമ്പോസ് ചെയ്യാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പല്ലവി പെട്ടെന്ന് തന്നെ ഇതിന്റെ ഈണം കിട്ടി. അപ്പോൾ മോഹൻജി പറഞ്ഞു ഇത് കൊള്ളാം, ഇത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനിത് 2-3 ദിവസമായിട്ട് ഞാനിത് ട്രൈ ചെയ്യുന്നു. ഇതിന്റെ ബാക്കി എനിക്ക് കിട്ടുന്നില്ല, ഒരു കാരണവശാലും കിട്ടുന്നില്ല. ചിലപ്പോ അങ്ങനെയാണ്. ചിലപ്പോൾ അങ്ങനെയാണ്. ഒരു എന്താ കമ്പോസേഴ്സ് ബ്ലോക്ക് എന്നോ എന്തൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെ ഭയങ്കര ട്രാഫിക് ജാമായി പോയി. അങ്ങനെ ഞാൻ മോഹൻജി എടുത്ത് പറഞ്ഞു എനിക്ക് തിരിച്ച് പോകണം, വീട്ടിൽ പോകണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി റീസെറ്റ് ആക്കി തിരിച്ചു വന്നിട്ട് കീബോർഡിന്റെ മുമ്പിൽ ഇരുന്നിട്ട് 2 കോഡ് ഇങ്ങനെ വായിച്ചു നോക്കി. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഒരൊറ്റ അടിക്ക് നമുക്ക് ഫുൾ സെറ്റായി. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. കമ്പോസിഷൻ അങ്ങനെയാണ്, ഒരു പെട്ടെന്നുള്ള ഒരു സ്പാർക്കിലാണ് എല്ലാം നടക്കുക. അങ്ങനെയൊക്കെയാണ് ഈ പാട്ട് ഉണ്ടായത്. അപ്പൊ മോളുടെ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മോള് കുറച്ചുകൂടി ഡൈനമിക് ആയിട്ട് പാടിയാൽ നന്നായിരിക്കും തോന്നുന്നു. നീ എൻ മൈന എന്ന് പാട്, അത് നീ എൻ മൈന എന്ന് പാട്, നീ എൻ മൈന എന്ന് പാടുന്നതിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ എടുത്ത് പെറുക്കി പാടിയാൽ നന്നാവും കേട്ടോ. നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂം, നല്ല രസമുണ്ട് ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു തിരിച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ.
എനിക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് പാടുന്നുണ്ട്, നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. മാർക്ക് വേണ്ടേ? എന്റെ അടുത്ത് സ്വന്തം പാട്ടായത് കൊണ്ട് പറയാ അവിടെ കൊടുത്തോ ഇവിടെ കൊടുത്തോ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു പറയുന്നുണ്ട്. പക്ഷെ ആസ് ക്യാപ്റ്റൻ ഐ ഗിവ് യു ചാർജ് ടു സേ ദ മാർക്സ്. അയ്യോ, കമാൻഡാണ്, ക്യാപ്റ്റൻ കമാൻഡാണ്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനല്ല, അവിടെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഗോയിങ് ടു ബി 96.5 ഔട്ട് ഓഫ് 100. അപ്പൊ ചക്കര നമുക്ക് വലിയൊരു ലക്കാണ് അല്ലേ? എം ജെ ഞങ്ങളുടെ പാട്ട്, എം ജെ ഞങ്ങളുടെ കൂടെ, എം ജെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പാടാൻ പറ്റി. അതിന്റെ പേരിൽ നമ്മൾ കുറെ സ്റ്റോറീസ് കേട്ടു അല്ലേ? കുറെ നല്ല നല്ല മൊമെന്റ്സ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇതുപോലെ വരണം. ബൈ. ഇനി വരാൻ പോണത് നമ്മുടെ എം ജെ അങ്കിൾ എപ്പോഴും പറയുന്ന പോലെ ഒരു കുട്ടുമണി കുട്ടനാണ് വരാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ പാർത്ഥിവ് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹലോ 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 ഹായ്. ഷാറാണല്ലോ ആള്. അതെ, ഭയങ്കര പക്ഷെ ഇനി ചെവി കേട്ടിരിക്കാൻ പറ്റില്ല അവിടെ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അയ്യോ അയ്യോ അയ്യോ. നിന്നെ ഹലോ 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 ഹലോ. സമാധാനം സമാധാനം സമാധാനം. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ലേ? നിർത്തൂലല്ലോ. ഫുൾ സ്റ്റോപ്പ് ഇല്ലേ? പോയി ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ലേ? ചെറിയൊരു ഫുൾ സ്റ്റോപ്പ്. ഇടയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കിട്ടണ്ടേ? നല്ല രസമുള്ളൂ. എന്തൊരു വിശേഷങ്ങൾ? സുഖങ്ങളൊക്കെ തന്നെ. സുഖങ്ങളൊക്കെ തന്നെ. എന്തൊരു പറഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ട്? കുഴപ്പമില്ലാതെ പാടി. പിന്നെ കുഴപ്പമൊന്നും ഇല്ല. ഇല്ല. പാർത്ഥിവുട്ട, എന്തോ ഈ ഷർട്ട് എവിടുന്ന് കിട്ടി? ചെസ് കളിക്കാൻ പോയോ നീ? ഇല്ല. പിന്നെ എന്താ ഇങ്ങനെ ചെക്കർ ബോർഡ് പോലത്തെ ഷർട്ടൊക്കെ? അതോ, അത് ദുബായിന്ന് കടന്ന് മേടിച്ചതായിരുന്നു. ഇതെന്താ ആന്റി നോക്കണേ? ഓരോന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കൂ. അവനൊരു സംശയം. എനിക്ക് എന്റെ അമ്മയൊന്നും നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അല്ലേ? സമാധാനം അയ്യോ പാവം. നോക്കിക്കോ. അമ്മയാണോ മേടിച്ചു തന്നെ ഉടുപ്പ്? രണ്ടുപേരും, അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് മേടിച്ചു തന്നാ എനിക്ക്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്മാർട്ട് കുട്ടനായിട്ടുണ്ട്. അത് ഭയങ്കര ഡ്രമാറ്റിക്സ് ആണ്. അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ച് മേടിച്ചു. ദുബായിന്ന് മേടിച്ചതാ. അങ്ങനൊക്കെ ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഡ്രമാറ്റിക്സ്. നിന്റെ തീം ഒന്നുകൂടെ പറഞ്ഞേ. ഐ ആം കാം ബട്ട് ഐ ഹാവ് സെൽഫ് ഡിഫെൻസ്. ഇതാണ് സൂക്ഷിക്കേണ്ട കക്ഷിയാണ്. ഇതാണ് എന്റെ ടാഗ്ലൈൻ. ടാഗ്ലൈൻ. ഏത് ക്ലാസ്സിലാ മോനെ? ഞാൻ 4 4th സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ്. 4-ലായിട്ട് തന്നെ ഇങ്ങനെ. അപ്പൊ കൊച്ചു മോഹൻലാൽ എന്നാ പറയണേ. അയ്യോ, ഉണ്ണി സാറിനത് എങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞാൻ അറിഞ്ഞു എല്ലാം. അതെങ്ങനെയായിരുന്നു ലാലേട്ടന്റെ? എങ്ങനെയായിരുന്നു? എന്താടാ മോനെ ദിനേശ്? പാട്ടേതാടാ? ആകാശമാകെ, ലാലേട്ടന്റെ തന്നെ പാട്ട്. One of my most favorite songs. എന്റെ അച്ഛയുടെ ഫേവറേറ്റ് സോങ്. ഓർക്കസ്ട്രേഷൻ വൈസ്, സോങ് വൈസ്, പിക്ചറൈസേഷൻ വൈസ് എല്ലാം തകർത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് ജോൺസൺ ചെയ്തു വെച്ചിരിക്കുന്നത്. ലിറിക്സ് വൈസ് ഓൾസോ ONV സാറിന്റെ. അത് മാത്രമല്ല, this is written and directed by the one and only legend പത്മരാജൻ sir. Yes. Okay, best of luck, Molo. All the best. കണിമല കതിരുമായി പുലരിപ്പൂൽ വരൂ.
പോരെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. എന്നിട്ട് പിന്നെന്ത് ചെയ്യും? മുന്തിരിവള്ളികൾ തളർത്തുവോ എന്നും മാതള നാരകം പൂത്തുവോ എന്നും നോക്കാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. അതായത് ആദ്യം ഇൻട്രോ ഇല്ലേ, ആ ഇൻട്രോയിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം വന്നു ചേരും. ഇതുവരെയും ജീവിതത്തിൽ ഇല്ലാത്തൊരു സന്തോഷം ഈ പാട്ടിലാണ് വന്നു ചേരുന്നത്. അത്രയും സന്തോഷത്തിലാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. അത് കണ്ടില്ലേ, ആദ്യത്തെ ആ ഒരു ഇൻട്രോയിൽ കണ്ടില്ലേ, അങ്ങനെ വയലൻസ് ഒക്കെ വായിച്ച് ഇങ്ങനെ സന്തോഷം കൂട്ടി കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കും. എങ്ങനെ പൊട്ടിത്തെറിക്കും? ഇങ്ങനെ പൊട്ടിത്തെറിക്കും. എന്താ? സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്. ഇതുവരെ ഇല്ലാത്ത സന്തോഷം അവിടെ വരണം. അങ്ങനെ പാടാൻ പറ്റുമോ? പറ്റും. പറ്റിക്കണം. നീ പാടിയത് അസലായിരുന്നേ. സംശയമില്ലാത്ത കാര്യമാണ്. അങ്കിൾ പറയുന്ന ചില സജഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻട്രോ ഒന്ന് വായിച്ചു. പൊട്ടിത്തെറിച്ചോ? ഞാൻ പൊട്ടിത്തെറിക്കാൻ റെഡിയാ. റെഡി. സന്തോഷം. ആകാശമാകെ ഇല്ലേ, താരാ. അത് ഓപ്പൺ ആയിട്ട് വരണം. പഠിക്കോ? അപ്പൊ ആകാശം വരും. ആകാശം അത്രയും വലുതല്ലേ, വിസ്തീർണമുള്ളതല്ലേ. ഒന്നുകൂടെ പഠിക്കേ. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൾ വരൂ. ഓക്കെ, നൈസ്. ഇനി വയലിന് വയലിനു പുതുമ വയലിനു വയലിനു പുതുമഴയായി വാ കതിരാട. സന്തോഷം പോയി. കതിരാടകള വയണകൾ കദളികൾ ചാർത്തും കുളിരായി വാ. അവിടെ സന്തോഷം സങ്കടമായി പോകും അല്ലേ? അതന്നെ അതാണ് ആ ആണ് ഇവിടെ ആ ആയിട്ട് വേണ്ടത്. മനസ്സിലായോ? പിന്നെ കാവേരി എന്നുള്ളത് ക്യാവേരി എന്ന് പാടിയോ? എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞാൻ ക്യാവേരി എന്ന് കേട്ടു. അത് എന്റെ കുഴപ്പമാണോ നിന്റെ കുഴപ്പമാണോ? അതെനിക്കറിയത്തില്ല. അതൊക്കെ ഗംഭീരായിട്ടാ. ഒരുപാട് ഇടങ്ങൾ അങ്കിളും ഒത്തിരി ഇഷ്ടപ്പെട്ടോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. കേട്ടാ മക്കളെ, നീ ഒരു അപൂർവമായിട്ടുള്ള ഒരു ടാലന്റ് ആണ്. ഓക്കെ, ടോപ്പ് സിംഗറിൽ നിന്നെ ഇങ്ങനെ പിടിച്ചിരുത്തി നിന്നെ കൈയും കാലും ഒക്കെ പൂട്ടിക്കെട്ടി ഇങ്ങനെ വയ്ക്കും. എന്തിനെന്നറിയാ? പാട്ടിൽ വലുതായിട്ട് വരാനായിട്ട്, പിന്നെ പാട്ടിൽ പറക്കാനായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. പിന്നെ പാട്ടിന്റെ ആകാശത്തിൽ വാസ്റ്റ് എമൗണ്ട് ഓഫ് ആകാശത്തിൽ പറന്ന് കുളിരാനോ? അല്ല, കുളിരാനല്ല, പറന്ന് നടക്കാൻ. ആയിക്കോട്ടെ, നടന്നേ പറ്റൂ. ഇവിടെ പോരെ, ബാക്കി നമുക്ക് കേൾക്കാം. വരെ ഹരി ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? അവനെ പോലെ തന്നെ. ക്യാപ്റ്റൻ പൊട്ടിത്തെറിച്ചോ? ഇപ്പൊ ഇവിടെ വന്ന് പാടിയപ്പോ പൊട്ടിത്തെറിച്ചു. പാർത്തിക്കുട്ട എന്തോ അമ്മേനെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കണ്ടേ. ഞാൻ നോക്കുമ്പോ അമ്മേനെ ഇങ്ങനെ നോക്കുക. അമ്മക്ക് ഈ പ്ലാൻസ് എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്തിരിക്കും. പിന്നെ കഴിഞ്ഞ പാട്ടിൽ അങ്കിള് പറഞ്ഞ പോലെ ബ്രീത്ത് എടുക്കേണ്ടടുത്ത് ഇങ്ങനെ ബി 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 അയ്യോ, അങ്ങനെയൊക്കെ ബ്രത്തെടുത്താ പിന്നെ തീർന്നു. അത്രയും ബ്രത്തിന്റെ അല്ല, അത് ഒരു എക്സാമ്പിൾ ആണ്. ബി 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 ബി. ആ പാർത്തിക്കുട്ട എന്നിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ട് ഇപ്പൊ കറക്റ്റ് ബ്രത്ത് കിട്ടിയോ? ഇങ്ങോട്ട് വന്നില്ല. ഞാൻ ആ പുസ്തകം എന്റെ മനസ്സിൽ ഓർത്തു, പക്ഷെ അത്രയ്ക്ക്. അതെ, എനിക്ക് ആ ഒരു എക്സ്റ്റൻഷൻ വരുന്ന ഭാഗത്തൊക്കെ ഈ പറയുന്ന പോലെ ബ്രെത്ത് കുറച്ചും കൂടെ എടുത്ത് പാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ എൻഡൊക്കെ ഇങ്ങനെ നിർത്താൻ പറ്റും.
അതൊന്നും കൂടെ ഒരു ബി ആ ഇട്ട സ്ഥലത്ത് 2 ബി ഇട്ടോ, കുറച്ച് ആഞ്ഞു വലിക്കാൻ വേണ്ടിട്ട്. അതന്നെ, നല്ല സ്മൂത്ത് ആയിട്ട് പാടുന്നുണ്ട്. താങ്ക് യു ആര്യ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ ഉഷാറായി ഇനിയും അടുത്ത പാട്ടുകൾ പാടണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അയ്യോ ഞാൻ എന്തിനാ ഓൾ ദ എനിക്ക് ബെസ്റ്റ്? കിടക്കട്ടെ ഒന്ന്. ഹായ് ബബ്ലി പാർത്ഥിവ്. ഹായ് ഉണ്ണി സർ. എന്താണ് മോന്റെ പെറ്റ് നെയിം എന്താ പറഞ്ഞ? കുട്ടൂസാ? എന്താണ്? കുട്ടുമണിക്കുട്ടൻ. അതെ, ആ, അത് എംജങ്ങൾ ഇട്ട ഓ പേര്. എം ജെ അങ്കിളിട്ട പേരാ. ആ, ഗംഭീരായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാർത്ഥിവ്. താങ്ക് യു സർ. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൻ പാട്ട് അത്രയും ഗംഭീരമായിട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു സർ. ബ്രെത്തൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആര്യ നല്ല ഈ പാട്ടൊക്കെ പാടുമ്പോൾ നല്ല ബ്രെത്ത് എടുത്തിട്ട് തന്നെയാണ് പാടിയത്. ക്ലീൻ ആയിട്ട് പാടി. ചില ചെറിയ ചെറിയ സംഗതികൾ ലൈവായിട്ട് പാടുന്ന യെസ്, ആ ഗ്രൂമേഴ്സിനെയൊക്കെ നമുക്ക് സല്യൂട്ട് ചെയ്യണം. അത്ര നന്നായിട്ട് ക്ലീൻ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ശ്യാം സാറിനും സ്വാതി സാറിനും സനൂപ് സാറിനും യെസ്, വൈശാഖ് സാറിനും എല്ലാം ഒരു ബിഗ് ബിഗ് സല്യൂട്ട്. യെസ്, കാരണം അത്രയും മൈന്യൂട്ട് ന്യൂആൻസസ് ഒക്കെ അവനെ പഠിപ്പിച്ച് അതൊക്കെ അവൻ സ്റ്റേജിൽ പാടി എന്നുള്ളതാണ്. താങ്ക് യു സർ. അത് നമ്മൾക്ക് ഇനിയിപ്പോൾ വരുന്ന സമയത്ത് കേട്ട് കഴിഞ്ഞാൽ അറിയാം. വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതർവൈസ് യു ആർ വണ്ടർഫുൾ. മനസ്സിലായി പാടി. ഈ പാട്ട് എളുപ്പമല്ല അങ്ങനെ പാടാൻ വേദിയിൽ. കൂടുതൽ ഉയരങ്ങളിലേക്ക് മോൻ പോട്ടെ. താങ്ക് യു സർ. നല്ലൊരു പ്രതിഭയുള്ള മോനാണ്. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. ഈ മാർക്ക് അല്ലേ? മാർക്ക് അറിയാം. അറിയാം. ഡിസൈഡ് ചെയ്യൂ. മാർക്ക് വേണോ? വേണം. കഴിഞ്ഞ വണത്തെ പോലെ മാർക്ക് കിട്ടാതെ ഞാൻ പോകില്ല. ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും സൂപ്പർ ഗ്ലൂ അയ്യോ. പോലെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് തന്നു. തന്നു. അതുകൊണ്ട് ഞാൻ അന്ന് എന്നെ എങ്ങനെയൊക്കെ ഇളക്കി വിട്ടിട്ട് ഞാൻ പോയി. എത്രയായിരുന്നു മാർക്ക്? കഴിഞ്ഞ വണത്തേതാ ആ. 98ഉം 98.75. ആ, മോശമല്ലോ. അപ്പൊ ഇപ്രാവശ്യം കുറച്ച് കുറയ്ക്കാം. അതെ, അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം അത് നല്ല മാർക്ക് കിട്ടിയതല്ലേ, പ്ലീസ്. അപ്പൊ ശരിയാക്കി തരാം. ഓക്കെ. എന്താ കുട്ടുമണിക്കുട്ടൻ? എന്തോ You will be awarded. You'll be awarded. 98.5 out of 100. താങ്ക് യു സർ. Yes. അപ്പൊ മെസ്സിൽ കുട്ടുമണി, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഇളകട്ടെ. സൂപ്പർ ഗ്ലൂവിൽ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. അയ്യോ. ബൈ. വെള്ളം. വെള്ളം. ഇത്തവണ ഞാൻ പറ്റിക്കൽ എം ജെ അങ്കിളെ, Yeah. ഇനി വരാൻ പോകുന്ന ആരാന്നറിയോ? ഒരു സത്യമുള്ളവൾ വരാൻ പോകുന്നു. ആരായിരിക്കും അത്? അതെ, ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള എന്ത് ചോദിച്ചാലും അതെ സത്യം മാത്രം പറയുന്ന നമ്മുടെ അഗൈതി കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അഗൈതി ഓൺ സ്റ്റേജ്. അഗൈതി. ആ യെസ് യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. പറഞ്ഞത് ക്യാപ്റ്റൻ ഒബ്ജക്ഷൻ പറഞ്ഞു. മോളെ പേടിച്ചു പോയി. ഓർഡർ ഓർഡർ. അറ്റത്തിരിക്കുന്ന അങ്കിളിനെ പരിചയപ്പെട്ടായിരുന്നോ? ഹായ്. പരിചയപ്പെട്ടില്ല. പരിചയപ്പെട്ടില്ല. മോളെ എവിടെയാ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോടാണ്. ഞമ്മടെ കോഴിക്കോട്ടെ ബിരിയാണി കഴിക്കാറുണ്ടോ മോള്? ഹായ്. കഴിക്കാറുണ്ട്. ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഇല്ല. കോഴിക്കോട് ഫുട്ബോളിന്റെ സ്ഥലല്ലേ? ആണ്. ആരാണ് മോളുടെ ഫേവറേറ്റ് സിംഗർ? ആരാ? ചിത്രാമ്മ, ശ്രേയ ഘോഷൽ ചേച്ചി. രണ്ടും തകർപ്പൻ സിംഗേഴ്സ് ആണ്. ഓക്കെ, ഇന്ന് ഏതാ പാടാൻ പോകുന്ന നമ്മള്? ഇന്ന് താരും തളിരും. താരും തളിരും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാ അല്ലേ? പാടിയത് യേശുദാസ് സാറും ലതിക മാമും. ഓക്കെ, പിന്നെ മ്യൂസിക് ഔസേപ്പച്ചൻ സാറ്. പിന്നെ ലിറിക്സ് മോഹൻ സാറ്. പിന്നെ വർഷം 1986. മോളെ ലിറിക്സിന്റെ ഡീറ്റെയിൽ ഒന്നും കൂടി പറയൂ. ലിറിക്സ് ആരായിരുന്നു? ലിറിക്സ് മോഹൻ ലിറിക്സ് മോഹൻ. അല്ല ഭരതൻ സാർ. ഡയറക്ടർ ഭരതൻ തന്നെ എഴുതിയ പാട്ടാണ്. ഭരതൻ. അല്ല എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ടിന്റെ ടീച്ചറിന്റെ ഫേവറേറ്റ് പാട്ടാണ്. പേരെന്താ ടീച്ചർ? സിംന മിസ്സാണ്. സിംന മിസ്. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച ശരി, ഇംഗ്ലീഷ് ടീച്ചറാണ്. പക്ഷേ ടീച്ചർക്ക് മലയാളം മെലഡീസ് പറഞ്ഞ ജീവന്റെ ജീവൻ. അപ്പൊ വിളിച്ചപ്പോ എന്നോട് ചോദിച്ചു, ഈ പ്രാവശ്യം ഈ ഷെഡ്യൂളിൽ ഏതാ മോളെ പാടുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു താരും തളിരും എവർഗ്രീനിൽ എന്ന് പറഞ്ഞപ്പോ ടീച്ചർ പറയാണ്, ആണോ എന്റെ ഫേവറേറ്റ് ടീച്ചർ ഇങ്ങനെയാണ് സംസാരിക്കണേ. പറഞ്ഞ ടീച്ചർ കാണുന്നില്ലേ? ടീച്ചർ കാണുന്നുണ്ട്.
അപ്പൊ ടീച്ചർ ഞാൻ നന്നായി പാടാൻ ഇട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു. ടീച്ചറെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ടീച്ചർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് പാടുന്നത്. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് പാടണം ടീച്ചർക്ക് വേണ്ടി. യെസ്. കൂടെ വന്നിരിക്കണേ കൂടെ അമ്മ ഉണ്ട്, അച്ഛണ്ട്, പിന്നെ പുതിയൊരാളുണ്ട്, ഏട്ടൻ. ചേട്ടൻ വന്നിട്ടുണ്ട്. ഓ ചേട്ടൻ ആദ്യമായിട്ടാണോ വരണേ? ആദ്യമായിട്ടാ വരണേ. ഹലോ, ഏട്ടാ പാട്ട് പാടുവോ ഏട്ടൻ? ഏട്ടാ പാട്ട് പാടൂല. പേരെന്താണ് ഏട്ടന്റെ? അഥർവ്. അഥർവ്. രണ്ടും ഉഗ്രം പേരുകളാണ് അല്ലേ? ആ, അഥർവും അഖേദിയും. അതെ. അനിയത്തിയുടെ പാട്ട് ടിവിയിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ചേട്ടൻ എന്ത് തോന്നുന്നു? നല്ല പാട്ട്. നല്ല പാട്ട് നല്ലതാ. നല്ല പാട്ട്, അതിന് കവിഞ്ഞൊന്നും ഇല്ല. നല്ല അസല് പാട്ടാണ് ഇത്, പറയാതിരിക്കാൻ പറ്റില്ല. ചേട്ടൻ പഠിക്കുകയാണോ? ഞാൻ പഠിക്കാണ് 10th. 10th സ്റ്റാൻഡേർഡ്. ടെൻത്തില്. ഒട്ടും പാടില്ല, പാട്ട് കേൾക്കല് മാത്രം. ഫുട്ബോളാ കളിക്കും. ഞാൻ ചോദിച്ചില്ലേ, കോഴിക്കോടാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നും ഉണ്ടാവും തീർച്ച. ഈ പാട്ട് ഭയങ്കര സ്പെഷ്യലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആണോ? ഔസപ്പച്ചൻ ചേട്ടന്റെ. ആ. ഈ സിനിമയിൽ തന്നെ വേറൊരു പാട്ടുണ്ട്, കുടമുറി കല്യാണം എന്ന് പറഞ്ഞു. അതും ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതിൽ പ്രത്യേകം എനിക്ക് എടുത്തു പറയാനുള്ളത് ലതിക ചേച്ചിയുടെ കാര്യമാണ്. എന്തൊരു പാട്ടുകാരിയാണ്. നമുക്ക് കാതോട് കാതൂരം തൊട്ട് ചേച്ചിയുടെ ആ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിലുള്ളതാണ്. അതുപോലെ ചേച്ചി പാടിയിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറെ ഹമ്മിങ്സ് പാടിയിട്ടുണ്ട്. അതൊക്കെ എന്നും നിലനിൽക്കുന്ന അനശ്വരമായിട്ടുള്ള ഈണങ്ങളാണ്. അതൊക്കെ ചേച്ചിയാണ് പാടിയിട്ടുള്ളത്. അപ്പൊ ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം. Yes. All of us All of us. at Top Singer. All the best. താങ്ക് യു. താഴെ ശ്യാമാംബരത്തിൻ നിറമായി
അഗതി എന്തോ വാട്ട് എ ഫീൽ. ഫീലുമായിട്ട് പാടിയത്. ആ. അപ്പൊ സത്യമുള്ളവൾ മാത്രമല്ല ഫീലും കൂടെയാണ്. ആണോ? ഓ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഡയറക്റ്റ് ടു ഹാർട്ട്. ഇവിടെ കൊള്ളുമ്പോഴേ ഓ ഇങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞു പാടുന്നല്ലോ എന്നുള്ള അഭിമാനമാണ് തോന്നണേ. അപ്പൊ അഗതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്ത് പോലും പ്രശ്നം വരരുത്. അതിനിടയിലാണ് ഒരു മൈനർ ആയിട്ടുള്ള ഒരു ശ്രുതി പ്രശ്നം വന്നത്. തന്നാരം പാടുന്ന അല്ലേ? ശരിയല്ലേ? ഒന്ന് പഠിക്കേ. തന്നാരം പാടുന്ന സന്ധ്യയ്ക്ക് സന്ധ്യക്കല്ല, സന്ധ്യക്ക്. സന്ധ്യയ്ക്ക് ഞാൻ സന്ധ്യ സന്ധ്യയ്ക്ക് ഞാൻ ഇപ്പോഴും സന്ധ്യ എന്നാ പറഞ്ഞ. സന്ധ്യ 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 ആ സന്ധ്യയ്ക്ക് അതൊന്ന് പാടി അങ്ങനെ പഠിക്കണം. എനിക്കിപ്പോഴും ഇതിനെപ്പറ്റി മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇതിന്റെ ലിറിക്സിൽ ഭരതൻ സാറാണ് എഴുതിയിരിക്കുന്നത്. വേറൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, താവകാങ്കുലി ലാളിതം ഒരു ഗാനമായെന്ന്. അപ്പൊ താവക എന്ന് പറഞ്ഞാൽ തന്നെ നിന്നർത്ഥം. അപ്പൊ താവക നിൻ താരാട്ടുമായി എന്ന് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഭരതൻ സാർ ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ ഭരതൻ സാറിനോട് ചോദിക്കായിരുന്നു. ചിലപ്പോൾ ഔസേപ്പച്ചൻ ചേട്ടന് അതിന് ഉത്തരങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഔസേപ്പച്ചൻ ചേട്ടന് അടുത്ത പ്രാവശ്യം കാണുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കുന്നതാണ്. അത് ഇതിനകത്ത് ഒരു സംഭവമാണ് അത്. അതുപോലെ അഗൈതി, നമ്മൾ അനാവശ്യ സ്ഥലങ്ങളിൽ നമ്മള് ഹസ്കി ആക്കാൻ പാടില്ല. എവിടെയാണോ നമ്മൾ അങ്ങനെ ഹസ്കി ആക്കേണ്ടത് അത് സുജി ചേച്ചി കണ്ടുപിടിക്കാൻ പറ്റും. സുജാ ചേച്ചി പാടുമ്പോൾ ഇങ്ങനെ ഹസ്കി ചില സ്ഥലങ്ങളിൽ വരും, പക്ഷെ അത് അനാവശ്യമായിട്ട് വരില്ല. എവിടെയാണോ വേണ്ടത് അവിടെ വരുള്ളൂ. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ. അഗൈതിയുടെ പേര് മാത്രമല്ല അപൂർവം, വോയിസും വളരെ അപൂർവമായിട്ടുള്ള ശബ്ദം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ശബ്ദം. അത് ആ ശബ്ദത്തിൽ ഒരു ഡിഫോൾട്ട് ആയിട്ട് തന്നെ നല്ലൊരു ഫീലുണ്ട്. അത് ഇങ്ങനത്തെ ഒരു പാട്ടും കൂടി കിട്ടിയപ്പോ തകർത്തി തന്നെ പറയണം. അതിഗംഭീരമായിട്ട് പാടി. അതർവൈസ് മറ്റൊന്നും പറയാനില്ല. പിച്ചിങ് ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുള്ളൂ. പക്ഷെ എനിക്ക് ഓൺ ദ ഹോൾ ഭയങ്കര ഇഷ്ടമായി. പേര് മാത്രമല്ല പാട്ടും അതിഗംഭീരം. അഗതി കുട്ടി എന്തോ സുഖായിരിക്കുന്നോ? പിന്നെ ഞാന് ഭയങ്കര ഫീലിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഭയങ്കര ഫീൽ. ആ ഫീലിന് ഇത്രയധികം ഇമ്പാക്ട് ഉണ്ടാവുന്നതിന്റെ ഒരു റീസൺ എനിക്ക് തോന്നിയ എന്താ വെച്ചാ, ബ്രെത്ത് എടുക്കുന്നത് അറിയുന്നില്ല ഇങ്ങോട്ടേക്ക്. ആ പാട്ട് പാടുമ്പോഴത്തേക്ക് ശ്വാസം വലിക്കുന്ന ഒരു ശബ്ദം പോലും ഇങ്ങോട്ടേക്ക് കേൾക്കുന്നില്ല. അതുകൊണ്ട് കണ്ണടച്ചിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ആസ്വദിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടടാ. ദാറ്റ്സ് സൂപ്പർ പവർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. നന്നായി പാടി, നല്ല ഫീല്, ഭയങ്കര സുഖം കേൾക്കാൻ വേണ്ടിട്ട്. ഒരു പെറ്റ് നെയിം കൊടുത്താലോ? പെറ്റ് നെയിം ഫീലിംഗ് സു അഗൈതി. ഫീലിംഗ് സു. നീലേ നീലേ നനോ സേ ശബ്നം ഫീലു. അപ്പൊ അഗൈതി കുട്ടി എന്തോ മാർക്ക് വേണ്ടി. മാർക്കിന് മുന്നേ ആര്യ ചേച്ചി അഗൈതി കുട്ടിയെ നമ്മളെല്ലാരും ഫീലു എന്നല്ലേ വിളിക്കണേ. അപ്പൊ എവിടുന്ന ഇത്ര നല്ല പാട്ട് പാടുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ? അറിയണം. ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ പാടില്ല. വീട്ടില് വേറെ ആരെങ്കിലും പാടോ? അമ്മ പാടും. അമ്മ പാടും എന്ന് ഞങ്ങൾ അറിയില്ല. അമ്മ ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? ചേച്ചി പാട്ട് പാടുമെന്ന് കേട്ടല്ലോ. ചേച്ചിയുടെ പേര്? ജയശ്രീ. ജയശ്രീ ചേച്ചി പാടുവോ? അങ്ങനെ പാടൊന്നുമില്ല, ചെറുതായിട്ട് മോള് മോള് പാടാൻ തുടങ്ങിയതിന് ശേഷം ഒരു പാട്ടും പാടാൻ വയ്യ, എല്ലാത്തിനും പ്രശ്നമാണ്. അവിടുത്തെ ജഡ്ജാ. അഗൈതിയുടെ പേടിക്ക് എത്ര മാർക്ക് നമ്മൾ കുറയ്ക്കണം? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. കുറച്ച് പേടിയില്ലായിരുന്നോ? ഇത്രയും ദിവസമായിട്ട് കുറച്ച് മാർക്ക് കുറഞ്ഞില്ലേ, കുറച്ച് കൂട്ടിക്കൂടെ? എത്രയാവും? എനിക്ക് ഫുള്ള് വേണമെന്നുണ്ട്, പക്ഷെ അറിയില്ലല്ലോ, കുറച്ച് കറക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു 98 97 കൊടുക്കാം. മതിയോ? മതിന്ന് ഞാൻ പറയില്ല. അപ്പൊ അത് തന്നെ തന്നേക്കാം. അപ്പൊ അത് തന്നെ തന്നേക്കാം. ഓക്കെ. Agethi Kutti is going to be awarded 99 out of 100 today. ശരിക്കും അഗൈതി കുട്ടി ഞെട്ടിപ്പോയി. അത് പ്രതീക്ഷിച്ചില്ല. ഈ ഞെട്ടല് നമുക്ക് എന്നും കൊണ്ടുവരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അയ്യോ, കരഞ്ഞ മാർക്ക് തിരിച്ചെടുക്കും അവര്. അഗൈതി കുട്ടി ഞങ്ങളുടെ സത്യമുള്ള കുഞ്ഞാണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം നമുക്ക് 100 അടിക്കണം. ഓക്കെ, കരയാതെ. ശരി ചേച്ചി. ഉണ്ണിയങ്കിൾ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ടെലികാസ്റ്റ് കണ്ടിട്ടൊക്കെ എല്ലാരും എന്ത് പറയുന്നു? എന്തിനങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിന് കാരണക്കാരെ മീനുമാണ്. ഞാൻ അതിന് ഉത്തരവാദിയല്ല. നമ്മുടെ കോട്ടയംകാരൻ സാം കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സാംസോണി ഓൺ സ്റ്റേജ്.
ഹേയ് സാം കുട്ട ടിം ടിം ടടം ടം സാം കുട്ട ടിം ടിം ടിടിം. ആഹാ ഭയങ്കര സ്മാർട്ടായിട്ടാണ്. അതെ, ഒരു എക്സിക്യൂട്ടീവ് സെറ്റപ്പ് ആണല്ലേ? അതെ, ഫോർമൽസ് ഏതൊരു ജോലിക്ക് പോണല്ലോ. അതെ. എനിക്ക് ഈ ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞെടുപ്പിച്ച ബ്ലാക്ക് കളർ. ഓ ശരിക്കും ഹാൻസം ആയിട്ടുണ്ടേ. താങ്ക് യു. വെരി ഹാൻസം. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? വിശേഷം ഒന്നുമില്ല, എല്ലാവരും എന്റെ പാട്ട് ഇട്ടിട്ട് നല്ല പാട്ടാന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ടീച്ചർമാരും ഫുൾ സപ്പോർട്ടാണ്. പാട്ട് ഏതാണ്? പാട്ട് ശ്രുതിയിൽ നിന്നൊരു. ആഹാ. മോനെ അറിയോ, ഈ പാട്ട് ഞാനാണ് ട്രാക്ക് പാടിയത് 81-ല്. ഞാൻ ആ സാറ് പാടിയ കവർ യൂട്യൂബിലുണ്ടായിരുന്നു, അത് ഞാൻ കേട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, 1981-ല് ജെമിനി സ്റ്റുഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ശ്യാം സാറിന് വേണ്ടി പാടുന്നത്. അന്ന് ആ പാടിയത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിപ്പിക്കുന്നു. ആര്? ഇപ്പൊ കേൾക്കുമ്പോ സാം സാം കുട്ടൻ. കുട്ടൻ. താങ്ക് യു സാർ. സോ യു ആർ വെരി ലക്കി. എന്താ വെച്ചാ ഉണ്ണിച്ചേട്ടന്റെ മുമ്പിൽ ഇത് പാടാനായിട്ടുള്ള ഒരു അവസരം അല്ലേ? അതെ. ഡീറ്റെയിൽസ് പറയൂ. ഡീറ്റെയിൽസ്: ലിറിക്സ് ബിറ്റു തിരുമല സാറ്, Okay. പിന്നെ മ്യൂസിക് ശ്യാം സാറ്, പിന്നെ മൂവി തൃഷ്ണ, കൃഷ്ണ. തൃഷ്ണ. തൃഷ്ണ. സിംഗർ കെ ജയസുദാസ് സാറ്, ഇയർ 1981. യെസ്. അപ്പൊ നന്നായി വരട്ടെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൽ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ.
വാ 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 താങ്ക് യു. ഉണ്ണിയങ്ങളെ യെസ് നല്ല നല്ല ഓർമ്മകളിലേക്കൊക്കെ പോയോ? ഒരുപാട് വളരെ സെന്റിമെന്റലായി വാസ്തവത്തില്. ഞാൻ ആദ്യമായിട്ട് ഒരു വലിയ സ്റ്റുഡിയോയിൽ പോയിട്ട് ശ്യാം സാർ പറഞ്ഞു തരുന്നത് പഠിച്ച് പാടിയ പാട്ടാണ്. അപ്പൊ തന്നെ പഠിച്ച് അപ്പൊ തന്നെ പാടിയ പാട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര Special ഇൻഫാക്ട് ഐ ആണ്. എം ട്രിംബ്ലിങ്. ഇൻഫാക്ട് അത്രയും ഒരു ഫീൽ ഉണ്ടാക്കിയ ഒരു പാട്ട്. ഈ പാട്ടിലെ മോനെ ഓ. ഒരു ഇൻബിൽട്ട് എന്താ പറയുക ഒരു ഫീൽ ഉണ്ട് ആ പാട്ടിൽ. ഒരു ബൈ ഡിഫോൾട്ട് ആ പാട്ടിലൊരു ഫീൽ ഉണ്ട്. യെസ്. ആ ഫീല് ശരിക്കും ഉൾക്കൊണ്ട് പാടി മോൻ. താങ്ക് യു സാർ. പക്ഷെ എന്ത് പറ്റി ചില നല്ല തുറന്ന് പാടിയോണ്ട് കുറച്ച് സ്ട്രെയിൻ അവിടെ ഇവിടെയൊക്കെ വന്നു. ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ഒരു ഫീൽ തന്നെയാണ്. യെസ്. ആ ഫീല് ത്രൂ ഔട്ട് ദ സോങ് കൊണ്ടുവന്നു. താങ്ക് യു സാർ. പിന്നെ ചില സ്ഥലത്ത് തുടങ്ങാൻ അല്പം ലേറ്റ് ആവുന്നുണ്ട്. ആ ലേറ്റ് ആവാതെ ഓൺ ടെമ്പോ തുടങ്ങിയാൽ കുറച്ചും കൂടി ഭംഗിയാക്കാം. താങ്ക് യു സാർ. ഇനിയും കൂടുതൽ കൂടുതൽ ഭംഗിയായി പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. ഓക്കെ. ഈ പാട്ടില് ഒറിജിനലി വയലിൻ വായിച്ചത് ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഭംഗി ഒട്ടും കുറയാതെ ഒരുപാട് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നമ്മുടെ ഫ്രാൻസിസ് തകർത്തു വായിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. ഐ എം റിയലി സെന്റിമെന്റൽ അബൌട്ട് ഇറ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഗുഡ് ലക്ക്. താങ്ക് യു. മക്കളെ എന്തോ സാംകുട്ടാ, എന്താ സാറേ ഇത് എന്തിനെ പറ്റിയുള്ള പാട്ടാണ്? അങ്ങനെ ചോദിച്ചാ എനിക്ക് ഇത് മ്യൂസിക്കിനെ പറ്റി, സംഗീതത്തിനെ പറ്റിയുള്ള പാട്ടാണ്. ആ. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. അതെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, സാംകുട്ടനും എനിക്കും ഒക്കെ ഇവിടുത്തെ മ്യൂസീഷ്യൻസിനും എല്ലാവർക്കും എങ്ങനെയാണ് ഉടമ്പിൽ ഉയിർ പോലെ ആണ് സംഗീതം, ജീവനായിട്ടാണ് നമ്മൾ സംഗീതം കൊണ്ട് നടക്കേണ്ടതെന്ന്. അപ്പൊ ഈ പാട്ടിൽ പറയുന്ന അവസാനം പറയുന്നുണ്ട്, നമുക്ക് സംഗീതം തരുന്നത് എന്താന്ന്, ഒരു അനിതര സായുജ്യ ലഹരി എന്നാണ്. അനിതര എന്ന് പറഞ്ഞാൽ വേറൊന്നില്ലാത്ത, വേറെ ഒന്നിലും കിട്ടാത്ത അത്രയും സായുജ്യ ലഹരിയാണ് സംഗീതം നമുക്ക് ശ്രുതി ചേർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് ആദ്യം ശ്രുതി ചേർത്ത് ആ വെരി ബിഗിനിങ് കറക്റ്റ് ഋതത്തിൽ ഒന്ന് പാടിക്കേപ്പിക്കും. ശ്രുതിയിൽ നിന്നുയരും അവിടെ താളത്തിൽ കറക്റ്റ്. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. അപ്പൊ ചില നോട്ട്സ് നമ്മൾ അനാവശ്യമായിട്ട് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വെള്ളി വരും. കേട്ടോ, അത് വന്നു ഒന്ന് രണ്ട് സ്ഥലത്ത്. അത് വന്നു, അത് സാരമില്ല. അത് ആര് പാടിയാലും ഏത് സമയത്ത് പാടിയാലും എപ്പോ വേണമെങ്കിലും വരാവുന്ന ഒരു സംഭവത്തിന്റെ പേരാണ് എന്ത്, വെള്ളി. അത് കുറച്ച് തുറന്ന് പാടിയവൻ തുറന്ന് അത്രയും മോനെ അത്രയും പുഷ് ചെയ്തോണ്ട് അത്രയും പുഷ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. സാം കുട്ടാ, എന്തോ ജലദോഷം ഉണ്ടല്ലേ? ചെറുതായിട്ട് ചെറിയൊരു ടോൺ ഡിഫറൻസ് തോന്നിയേ, പെട്ടെന്ന് ടോൺ അങ്ങ് മാറിയ പോലെ തോന്നി. എനിക്ക് തോന്നുന്നു അനുപല്ലവിയിൽ ആദ്യം ലയമാം എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പാടിയിട്ട് പിന്നെ രണ്ടാമത്തെ റിപ്പീറ്റ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ടോൺ മാറിയ പോലെ അത് അത് കിട്ടുമോന്ന് ഒരു പേടിയുള്ളതുകൊണ്ട് കുറച്ചൊന്ന് പുഷ് ചെയ്ത് നോക്കിയോ, അല്ലേ? ശരിയല്ലേ? push ചെയ്ത് കണ്ടുപിടിച്ചേ. പിന്നെ അതുപോലെ ചരണം തുടങ്ങുമ്പോ മറന്നുപോയോ? ഒറിജിനൽ പാട്ടില് 2 ബീറ്റ്സ് ഉണ്ടായിരുന്നു. ആ. അപ്പൊ ഞാൻ അതിന്റെ ഓർമ്മയിൽ ഇങ്ങനെ നിന്നുപോയി 2 ബീറ്റ്സിൽ. കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഓക്കേ. താങ്ക് യു. അപ്പൊ മാർക്സ് ബേഗിനെ ബാറോ വേണ്ടേ? വേണം. Sam Gooden is being awarded 97.5 out of 100 today. താങ്ക് യു. ബൈ ബൈ. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എത്താൻ പോവാണ്. എന്ത് ചോദിച്ചാലും നമ്മൾ എന്ത് ചോദിച്ചാലും ആ. അങ്ങനെ പറയണ ഒരാളാണ് വരാൻ പോകുന്നത്. വിളിക്കാം നമുക്ക്. വിളിക്കൂ. സോ ലെറ്റ്സ് വെൽക്കം ദ്വിതി ലിൻഡ ഷനൽ ഓൺ സ്റ്റേജ്. നിറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു ഉടുപ്പുമായിട്ട് ലൈറ്റ് ഒക്കെ നോക്കുന്നുണ്ട്. എന്നത്തെ പോലെ എല്ലാ ലൈറ്റും തെളിയുന്നില്ലേ? ആ, ഇഷ്ടപ്പെട്ട സാധനം വന്നു. പൂക്കുറ്റി കത്തി. ഹലോ. ഹായ്. ദ്യുതി ലിൻഡ ഷെനിൽ. ഹായ്. ഇത് പൂക്കളാണോ മോളെ കൊണ്ടുവന്നത്, അത് മോള് പൂക്കളെ കൊണ്ടുവന്നാണോ? ഞാൻ ഇത്രേ പറയുള്ളൂ. മുത്തിന്റെ ഒറ്റയ്ക്ക് അമ്മയുടെ അച്ഛന്റെയും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ ബ്രദർ സിസ്റ്റർ ഒന്നും വേണ്ട, ഒറ്റയ്ക്ക്. എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും, ഉടുപ്പ് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞിന് അതൊന്നും പറ്റത്തില്ല. ഒറ്റയ്ക്ക്, വേറെ ബ്രദർ വേണ്ട, സിസ്റ്റർ വേണ്ട, അങ്ങനൊന്നും വേണ്ട. അല്ലേ? അങ്ങനെ പറഞ്ഞോ? അതെന്താ കുട്ടി? ആണോ ഗേൾ ആണോ ഇഷ്ടം? അങ്ങനെയുണ്ടോ? സിസ്റ്റർ ആണെങ്കിലോ കുഴപ്പമില്ല. ഏതാണ് പാട്ട്? തങ്കനില പട്ടെടുത്തു. തങ്കനില പട്ടെടുത്തു മോഹപ്പൂന്നിങ്ങൾ, അങ്ങനെയാണോ? മാസ്റ്റർ. ബാക്കി ഡീറ്റെയിൽസ് പറയാം പാട്ടിന്റെ. ഫിലിം സ്നേഹസാഗരം. ആ. പാടിയത് KS ചിത്രമ്മ. വർഷം 1992.
ലിറിക്സ് കൈതപ്രം സാർ, മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷ്. വെരി ഗുഡ്. അതാണ് മിടുക്കി. ജോൺസേട്ടനെ പറ്റി പറയില്ലേ, മഴ, ചായ, അതെ ജോൺസൺ ജോൺസൺ മാഷ്. മാഷ്. അന്തസ്. അങ്ങനെ അന്തസ്സുള്ള ഒരു പാട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്, നമ്മുടെ മുത്തിന്റെ. കേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാവ
പൂപ്പടികൾ ജ്യോതിക്കുട്ടി, മോളുടെ പേര് മാറി തന്നെ ശരിക്കൊരു ഒരു ഇലക്ട്രിസിറ്റി അടിച്ച മാതിരി ഉണ്ട്. മോളെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാ പാടിയെന്ന് കാണണോ മോൾക്ക്? കാണണോ? രാകേഷ് അതൊന്ന് ഇട്ട് കൊടുക്കൂ. എങ്ങനെയുണ്ട് മോളെ? സൂപ്പർ. ബ്യൂട്ടിഫുൾ അല്ലേ? എന്ത് രസമായിരുന്നു പറയും മോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാടുമ്പോ. നമുക്ക് വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല, ആ പാട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. താങ്ക് യു. പിന്നെ മീനു, എന്തോ മോള് പാടുന്നത് വളരെ ഒരു കാമായിട്ടാ, സമാധാനത്തിലല്ലേ? ഒരു സ്ട്രെസ്സും ഇല്ല, വളരെ ക്ലീൻ ആയിട്ട്. അത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും നല്ല ഈസി പാട്ടാണ്, ആ, ഈ പാട്ട് സുഖായിട്ട് ആർക്ക് വേണമെങ്കിൽ ഏത് പാടാം. പോലീസുകാരൻ വേണമെങ്കിൽ പാടാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൽ പല സംഭവങ്ങളുണ്ട് ആ പാട്ടിൽ. തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ ഇതൊക്കെ ഇല്ലേ കുട്ടൻ? അയ്യോ. ഈ ഒരു മ്യൂസിക്കാലിറ്റി ഒരു ഭയങ്കര അത്ഭുതം ശരിക്കും. ഇതൊക്കെ ബൈ ബർത്ത് കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് ഇതൊക്കെ. ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. താങ്ക് യു. നല്ലൊരു മ്യൂസീഷ്യനാണ് മോള്. നല്ലൊരു ഭാവി മോളെ കാത്തിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഗുഡ് ലക്ക്. നമ്മുടെ മുത്തിന് ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ ഉള്ളത് എനിക്കായിരുന്നു. ഇവിടെ നമ്മുടെ ക്യാപ്റ്റനായിരുന്നു, പിന്നെ ഉണ്ണിച്ചേട്ടനായിരുന്നു. നമ്മൾ മൂന്നുപേരും ഇങ്ങനെ നോക്കുക. അയ്യോ, ഈ ലൈനൊക്കെ ഇല്ലേ, പൂവേ പൂവെന്ന് വിളി മുഴങ്ങി. നോക്കിയപ്പോഴത്തേക്കും സബാഷ്. അടുത്ത് പൂവാങ്കുഴയിലേക്ക് നാണം തുളുമ്പി, അതും സബാഷ്. കുട്ടൻ അല്ല, നാണം തുളുമ്പിയൊക്കെ എന്ത് രസമായിട്ടാ പാടുക. ഓൺ പോയിന്റ്. പിന്നെ കാണാമറയിൽ അവൾ ഒരുങ്ങി മേളിലോട്ട് പോയി. അപ്പൊ പിന്നെ ടെൻഷനായി. അത് മേളിലോട്ട് നോക്കുന്നു, ഞാൻ മേളിലോട്ട് പോയി നോക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ടെൻഷൻ ആവാണ്. കേട്ടോ, അച്ഛനും അമ്മയും കേൾക്കാനും പറയാം. അപ്പൊ ടെൻഷൻ ആവാണ്. അയ്യോ, നമ്മുടെ കുഞ്ഞ് അവിടെ സൂപ്പർ ആക്കണം എന്ന് വിചാരിച്ചു. അതാ അവിടെയും കറക്റ്റ് ഓൺ ദ ഡോട്ട്. അത് ആ ലൈൻ മാത്രം ഒന്ന് പാടിത്തരോ? പൂവേ പൂവെന്ന് വിളി മുഴങ്ങി, ആ. പൂവാങ്കുഴലിക്ക് നാണം തുളുമ്പി, നാണം ആ നാണം. അടുത്ത ലൈൻ. കാണാമറയിൽ അവളൊരുങ്ങി, എന്താമോ? അറിയാക്കരയിൽ അവനൊരുങ്ങി, വാ. ദേവാരം പാടി വന്നു കാവേരി. അയ്യോ, Thank you. ഇതിനൊക്കെ സഭാഷ് നല്ല എന്ത് പറയാൻ. സഭാഷ് ഒരു വാക്ക് ഇല്ല, ഇതിനപ്പുറം പറയാനായിട്ട് ഒന്നും ഇല്ല. ക്യാപ്റ്റൻ, ഐ ഡോണ്ട് ഹാവ് വേർഡ്സ്. ദ്യോതിക്കുട്ടി ഓ. ഞെട്ടിച്ചു. Thank you. അടിപൊളി, ഭയങ്കര രസം. ആ അനുപല്ലവിയുടെ ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്, പുഴയോരത്ത്, അതും കൂടെ പാടിത്തരുമോ ലാസ്റ്റ്? ചിറ്റോളം കീലു കീലുങ്ങി പുഴയോരത്ത് തങ്കനീല. സ്വീറ്റ്. എന്റെ കൊച്ചിനെ കൈയൊക്കെ വേദന എടുത്തു മൈക്ക് പിടിച്ചിട്ട്. ഞാൻ നോക്കുമ്പോ ഇടയിലുണ്ട് വലത്തെ കൈ കൊടുത്തിട്ട് ഇടത്തെ കൈയിലോട്ട് മാറ്റി. നന്നായി പാടി. കാണാനും ഭയങ്കര രസം, കേൾക്കാനും ഭയങ്കര രസം. ഐ എം പ്രൗഡ് ഓഫ് യു. Thank you. Thank യു you. ഗ്രേറ്റ്. Thank you. ഈ പ്രായത്തിൽ എങ്ങനെയത് ഈ കൺസീവ് പ്രായത്തിൽ ചെയ്തു? എങ്ങനെ ഇത് ഉൾക്കൊള്ളും? മീനുട്ടി കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്, അതുണ്ടാവും നാച്ചുറലി. മനുഷ്യരാണ്. ഒത്തിരി വയസ്സുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പാടിക്കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ കുഞ്ഞിന് ഇതൊന്നും അറിയാതെ തന്നെ ആ കുഞ്ഞിന് ആ ഒരു ഗാർഡനിലേക്ക് നടന്ന് നീങ്ങാൻ പറ്റുന്നു. അവിടെ പുതിയ പൂക്കളുടെ സുഗന്ധം നമുക്കുണ്ടാവുന്നു, അല്ലേ? അത് ഭയങ്കര ഗംഭീരമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്, നമുക്ക് എത്ര മാർക്കാണ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത്, ഈ 3ാം ക്ലാസ്സുകാരിക്ക് കൊടുക്കേണ്ടത്. അവിടെ അത് ടെൻഷൻ മാത്രമല്ല കുട്ടൻ, ഒരു ബ്രത്ത്, ഒരു ലോങ് ബ്രത്ത് ഒക്കെ വിട്ടു. ഒന്ന് പറഞ്ഞു എത്ര മാർക്ക് ഉണ്ടാവും ദ്യോതിക്കുട്ടി? ഒരു 97. 97. ഒരു 95 ഔട്ട് ഓഫ് 100 ആണെങ്കിലോ? കുഴപ്പമുണ്ടോ? വിഷമാവോ? കുറച്ച്. അയ്യോ, കുറച്ച്. ഇച്ചിരി വിഷമാവൂട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കൂട്ടാമേ. ഈ വാൻഡ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടിയാലോ? ഇതിന്നൊരു മാജിക് വരുവേ. മാജിക് ഇപ്പൊ വരും. ഇപ്പൊ ഒരു മാജിക് വരുവേ. വരട്ടെ? ഓക്കെ വരട്ടെ? ഓക്കെ 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. You are awarded 100 out of 100. Thank you. വരട്ടെ, ഒരു മധുരമഴ. Na 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 na. ഇഷ്ടപ്പെട്ടോ?
എടുത്തോ ഇനി എടുത്തോ, തീർന്നു. അങ്ങ് ചാടി വീഴങ്ങോട്ട്. നാളെ കഴിയുന്നു. 2 അതെ അതെ, മതിയില്ലേ? ഹാപ്പി അല്ലേ? അടുത്ത പ്രാവശ്യം ഇങ്ങനെ വീഴിക്കണേ കേട്ടോ. എന്ത് ചെയ്താലും ഇങ്ങനെ വീഴുന്നേ? 100 കിട്ടുമ്പോഴാ വീഴുന്നേ. മീനു എന്തോ? ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഈ തവണ ആദ്യമായിട്ട് വരുന്നത്. അതെ. അപ്പൊ ഞാൻ ഇത്രയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളൊന്നും ഈ ചെറിയ കുട്ടികൾ തരുന്ന പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. പക്ഷെ ഇത് ഓരോ കുട്ടി വരുന്നതും മറ്റേ കുട്ടീനെ നിഷ്പ്രഭയാക്കിയിട്ടാണ് അടുത്തത് വരുന്നത്. നമ്മുടെ കുട്ടികളുടെ റേഞ്ച് മനസ്സിലായില്ലേ? വേറെ ലെവലാണ് നമ്മുടെ വില. ശരിക്കും വേറെ ലെവലാണ്. അതാണ് ദിസ് ഇസ് ടോപ്പ് സിംഗർ സീസൺ 6. അത്ഭുതങ്ങളാണ് എല്ലാം. ഞെട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഞെട്ടിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. അപ്പൊ ജഡ്ജസ് എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു സൂപ്പർ എപ്പിസോഡായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ കേട്ടു, നല്ല നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതേപോലെ അതിമനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് നാളെ നമ്മൾ ഇതേ സമയം കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.